രാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കേരളത്തിലേത്. കുന്നിൻപുറങ്ങളും സമതലങ്ങളും തീരപ്രദേശവും ഏതാണ്ട് ഒരുപോലെ തന്നെ ഏതുതരം കൃഷിരീതിക്കും അനുയോജ്യമാണ്. പരമ്പരാഗത കൃഷിക്കാരും കൃഷിത്തൊഴിലും ഉപജീവനമാർഗമാക്കിയവരും കേരളത്തിൽ ധാരാളമുണ്ട്. എന്നാൽ മറ്റു ജോലികളിൽ ഏർപ്പെട്ടവർക്ക് ഒഴിവു സമയങ്ങളിൽ കൃഷി എന്നത് ഇന്ന് പരക്കെ പ്രചാരത്തിലായി കഴിഞ്ഞു. വീടിന് ചുറ്റും പരിമിത സാഹചര്യങ്ങളിൽ പരമാവധി കൃഷി എന്ന നിലയിലേക്ക് കേരളത്തിലെ നഗര ഗ്രാമവാസികളായ വീട്ടമ്മമാർ മാറിക്കഴിഞ്ഞ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരം വീട്ടമ്മമാരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന കൃഷിക്കാരിയാണ് അടൂരിലെ നൃത്താധ്യാപികയായ സുമ നരേന്ദ്ര. ചരിത്രത്തിലും ഒപ്പം നൃത്തത്തിലും സർവകലാശാല ബിരുദം നേടിയ ഈ വീട്ടമ്മയ്ക്ക് നൃത്തം പോലെ തന്നെ കൃഷിയും ഒരു തപസ്യയാണ്. രണ്ടിന്റെയും വിളനിലം ആകെയുള്ള 10 സെന്റ് സ്ഥലവും വീടുമാണ്. ഈ കൃഷിയോട് ഇങ്ങനെ ഒരു താല്പര്യം എങ്ങനെയാണ്? ഇപ്പൊ നമ്മള് കുടുംബപരമായിട്ട് ഉണ്ട്. അച്ഛന് റിട്ടയർഡ് ഹെഡ് മാഷാ. പക്ഷെ പണ്ട് തൊട്ട് നമുക്ക് കണ്ടം പിന്നെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നെല്ല് കൃഷിയും പിന്നെ അല്ലാതെ പിന്നെ വാഴ എല്ലാ കൃഷികളുണ്ടായിരുന്നു. അപ്പം അച്ഛന് അത് കുഞ്ഞുനാൾ തൊട്ട് അത് കണ്ടു വളർന്നുകൊണ്ട് കുഞ്ഞിലേ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇതിലോട്ട് നല്ലതായിട്ട് വരാൻ കാര്യം അടൂർ കൃഷിഭവനും അവിടുത്തെ സാർമാരുമാണ്. അപ്പോൾ അവിടെ ഗ്രോ ബാഗ് കൊടുക്കുന്നുണ്ട് 500 രൂപയ്ക്ക് 25 ഗ്രോ ബാഗ് പത്രത്തിൽ കണ്ട് അങ്ങനെ ആദ്യമായിട്ട് അടൂർ കൃഷിഭവനിൽ ചെന്ന് അങ്ങനെ ഇവിടുത്തെ അതിൻ്റെ തുടക്കം. എങ്ങനെയായിരുന്നു? പിന്നെ എത്ര ആദ്യം 500? ആദ്യം 25 ആണ് തുടങ്ങുന്നത്. കോളിഫ്ലവർ, കാബേജ്, പിന്നെ ചീരയുണ്ടായിരുന്നു, വെണ്ടയുണ്ടായിരുന്നു, പിന്നെ പച്ചമുളക് ടൈപ്പ് ഉണ്ടായിരുന്നു, തക്കാളി ഉണ്ടായിരുന്നു. അത്ര ഐറ്റംസ് ആയിരുന്നു 25 ബാഗിൽ. അപ്പം അങ്ങനെയുള്ള വെറൈറ്റികളായിരുന്നു ആദ്യം. അന്നും ടെറസിൽ തന്നെയായിരുന്നു ചെയ്തത്? അന്ന് ആ ടെറസിലാണ് തുടങ്ങിയത്. നമുക്ക് സ്ഥലക്കുറവായതുകൊണ്ട് മൊത്തം 10 സെന്റും വീടും കൂടെ എല്ലാം കൂടെ 10 സെന്റേ ഉള്ളൂ, വീട് നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് ടെറസിൽ തന്നെ ആയിരുന്നു. 25 എണ്ണമാണ് തുടക്കം. അങ്ങനെ അടൂർ കൃഷിഭവൻ മുഖാന്തരമാണ് തുടക്കം. പിന്നെ അവരുടെ എല്ലാവിധ പ്രോത്സാഹനമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വിപുലീകരിക്കാൻ കാര്യം. ഭർത്താവ് ജോലിസ്ഥലത്തേക്കും മക്കൾ സ്കൂളിലേക്കും പോയി കഴിഞ്ഞാലുള്ള ഒഴിവ് സമയത്തെ ആലോചനയാണ് സുമയെ കൃഷി എന്ന കലയിലേക്ക് എത്തിച്ചത്. അതിനാവട്ടെ സഹായങ്ങളും നിർദ്ദേശങ്ങളുമായി അടൂർ കൃഷിഭവനിലെ മാതൃകാ ഉദ്യോഗസ്ഥന്മാരും കൂട്ടിച്ചേർന്നു. ഈ പച്ചക്കറി കൃഷി എന്ന് പറയുമ്പോൾ ഏകദേശം 700ഓളം ഗ്രോ ബാഗുകളാണ് അവരുടെ ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ 700 ഗ്രോ ബാഗൊക്കെ മാനേജ് ചെയ്യുകയെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ കണ്ടതുപോലെ ഈ കൃഷി അവരുടെ ഒരു ടൈമിലെ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായൊരു പ്രശ്നം എന്ന് വെച്ചാൽ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. മഴ കൂടുതൽ ലഭിച്ചതിന് വിളവ് വളരെ കുറയുകയും ഒക്കെ ഉണ്ടായി. അതിനൊരു പരിഹാരം എന്ന നിലയിൽ നമ്മളുടെ ആത്മാവുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഇവിടെ ഒരു മഴമറ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പൊതുവിൽ കാർഷിക ഭൂമിയായിരുന്ന ഈ പ്രദേശം ഇടക്കാലം കൊണ്ട് കൃഷിയിൽ വിമുഖത കാണിച്ചു തുടങ്ങിയപ്പോഴാണ് കൃഷിഭവൻ കൃഷിയെ തിരിച്ചു കൊണ്ടുവരാൻ പദ്ധതിയിട്ടത്. അതിന്റെ ഭാഗമായി സുമയുടെ വീട്ടുമുറ്റത്തും ടെറസിലുമായുള്ള കാർഷിക വൃത്തിക്കായി ഗ്രോബാഗും അനുബന്ധ സജ്ജീകരണങ്ങളും കൃഷിഭവൻ തയ്യാറാക്കി കൊടുത്തു. ഒപ്പം വിവിധയിനം പച്ചക്കറി വിത്തുകളും നൽകി. ഗ്രോബാഗിനകത്ത് മണ്ണ്, മണല്, ചാണകപ്പൊടി 1:1:1 ഒരു കൊട്ട മണ്ണ്, ഒരു കൊട്ട മണല്, ഒരു കൊട്ട ചാണകപ്പൊടി. ഇത് ഈ പ്രൊപ്പോർഷനിലാണ് നടക്കുന്നത്. ഇതിനകത്ത് നമ്മൾ അഡീഷണലായിട്ട് വളം വേണമെങ്കിൽ വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, പിന്നെ ചകിരിച്ചോറ്, മണ്ണിളക്കത്തിന് വേണ്ടിയിട്ട് ചകിരിച്ചോറ് ഇതുകൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്താണ് നമ്മൾ ഒരു അരഭാഗം നിറയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ ആവശ്യമുള്ള തൈ ഏതാന്ന് വെച്ചാൽ മുളപ്പിച്ച തൈ അല്ലെങ്കിൽ വിത്ത് നടുക. വിത്ത് നട്ടിട്ട്
കിളിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കും. അങ്ങനെ 3/4 ഇടം വരെ ആക്കിയാണ് നമ്മൾ ഈ ഗ്രോ ബാഗ് കൃഷി ചെയ്യുന്നത്. ആദ്യം പയർ, പാവൽ, കോവൽ, മുളക്, വഴുതന തുടങ്ങിയവയുടെ വിത്തുകൾ സുമ പ്രത്യേകം തയ്യാറാക്കി മുളപ്പിച്ചു. പിന്നീട് വളവും മണലും നിറച്ച ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ടു. തുടർന്ന് ശാസ്ത്രീയ രീതിയിലുള്ള ജലസേചനം കൂടി അവലംബിച്ചപ്പോൾ ടെറസിലും വീണ്ടും ചുറ്റുപാടിലുമായി കൃഷി പച്ചപിടിച്ചു. പരിപാലനമൊക്കെ എങ്ങനെയായിരുന്നു? സാധാരണ ഈ മഴ വന്നാലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നേരത്തെ ഞങ്ങളാണെങ്കിൽ ഇവിടെ പച്ച നെറ്റ് അങ്ങനെ മുകളിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഒരുവിധം കുറച്ചൊക്കെ ഒന്ന് മഴയുടെ ഒരിതുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ മറ്റേ മഴമറ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തിനകത്ത് വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബാക്കി സാധനങ്ങളോട് ഇങ്ങോട്ട് കൊണ്ടുവരത്തുള്ളൂ. അതുകൊണ്ട് ഫുള്ള് ഇവിടെ ചെയ്യാഞ്ഞത് ഇപ്പോൾ മാറ്റി വയ്ക്കുന്നത് മഴമറ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനിടയ്ക്ക് എത്ര വിളവെടുപ്പ് നടന്നിട്ടുണ്ട്? അങ്ങനെ എല്ലാ വർഷവും ഉണ്ട്. ഞങ്ങൾ നിർത്തിയിട്ടേ ഇല്ല, അന്നോട്ട് നിർത്തിയിട്ടേ ഇല്ല. ഏതൊക്കെയാണ് നമുക്ക് ലാഭകരമായിട്ട് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ട് ഇഷ്ടംപോലെ ഉണ്ടായിട്ടും പുറത്ത് വിറ്റിട്ടുള്ളത് പിന്നെ കോവയ്ക്ക, പച്ചച്ചീര, ചുമന്ന ചീര, അതാണ് ഏറ്റവും കൂടുതൽ പുറത്ത് വിൽപ്പന നടന്നിട്ടുള്ളത്. വെച്ചാൽ അടൂർ കൃഷിഭവനിലും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഡാൻസിൻ്റെ പേരൻസ് ഉണ്ട്, അപ്പോൾ അവർ ഇഷ്ടംപോലെ മേടിക്കും. പിന്നെ അടുത്തുള്ളവർ അയൽക്കൂട്ടം കുടുംബശ്രീ വഴി ഉണ്ടായിരുന്നു. പിന്നെ എന്നിട്ടും അധികം വന്നിട്ട് പിന്നെ നമ്മൾ കടയിൽ പച്ചക്കറി കടയിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. ആദ്യ ശ്രമത്തിൽ തന്നെ നല്ല വിളവ് ലഭിച്ചു. അന്ന് പയറിനും കോവലിനുമായിരുന്നു ഏറെ ഡിമാൻഡെന്ന് സുമ പറയുന്നു. കൃഷിഭവന്റെ ആദ്യ പരീക്ഷണത്തിൽ വിജയം വരിച്ച സുമയ്ക്ക് കൃഷിഭവൻ കൂടുതൽ പ്രോത്സാഹനം നൽകുകയായിരുന്നു. കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ എങ്കിലും നമുക്ക് വിജയകരമായി ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ഗ്രോ ബാഗ് പച്ചക്കറി കൃഷി. ടെറസിന് മുകളിൽ പച്ചക്കറി കൃഷി തുടങ്ങുകയും അത് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് പരിശോധിക്കുകയും നല്ല രീതിയിൽ കൃഷി ചെയ്ത് വരികയും ചെയ്തതാണ്. അതിന് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നും കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അടൂർ അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഭാഗത്തു നിന്നുമെല്ലാം നമ്മൾ ലഭ്യമാക്കി കൊടുക്കുകയുണ്ടായി. അതിനെ തുടർന്ന് അവർ കഴിഞ്ഞ 2014-15 വർഷമായപ്പോൾ 650 ഗ്രോ ബാഗോളം അവർ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും അല്ല സ്വന്തമായിട്ടും ഉൾപ്പെടെ ചെയ്യുകയുണ്ടായി. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ ആത്മാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി IFS പ്ലോട്ടിൽ ഉൾപ്പെടുത്തി 6 ദിവസത്തെ പരിശീലന ക്ലാസ് നമ്മൾ ഇവിടെ 30 കർഷകർക്കായിട്ട് നൽകുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റിലെ ജില്ലയിലെ ആത്മയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ സന്ദർശിക്കുകയും ഇവർക്ക് കൂടുതൽ ധനസഹായങ്ങൾ നൽകാൻ നല്ല കർഷക എന്ന നിലയിൽ അവർക്ക് കൂടുതൽ ധനസഹായങ്ങൾ നൽകാമെന്ന് പറയുകയും അങ്ങനെ ആത്മയുടെ റെയിൻ ഷെൽട്ടർ മഴമറയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്കീമിൽ അവരെ ഈ വർഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ഗ്രോ ബാഗുകൾ, വളം, മഴമറ കൃഷിക്കുള്ള നിർദ്ദേശങ്ങൾ, അതിനുവേണ്ട സഹായ പദ്ധതികൾ തുടങ്ങിയവ കൃഷിഭവനിൽ നിന്നും ഈ കർഷകയ്ക്ക് ലഭിച്ചു. നാല് വശങ്ങളിലും മുകളിലും കെട്ടിപ്പൊതിഞ്ഞ പോളിഹൗസ് നിർമ്മാണ രീതിയാണ് സാധാരണ മട്ടുപ്പാവ് കൃഷിയിൽ അവലംബിച്ചു പോരുന്നതെങ്കിലും ഇവിടെ മുകൾ വശം മാത്രം മറിച്ച് വശങ്ങൾ തുറസാക്കിയിട്ട് ഏത് കാലാവസ്ഥയെയും അതിജീവിക്കാൻ പറ്റുന്ന മഴമറ കൃഷിരീതിയുടെ മുന്നൊരുക്കത്തിലാണ് ഇപ്പോൾ ഈ കർഷകർ. കഴിഞ്ഞ വർഷം നമ്മൾ ഏകദേശം 250ഓളം ഗ്രോ ബാഗിനുള്ള ഒരു സഹായമായിരുന്നു നൽകിയിരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതുപോലുള്ള ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം പ്രയോജനം ചെയ്യുമെന്നും അതും പ്രകാരം വീണ്ടും അത് വിപുലീകരിക്കുകയും ഇപ്പോൾ നമ്മൾ ഈ വർഷം ആത്മയെ ചേർന്നുകൊണ്ട് ഒരു മഴമറ കൂടി നൽകുന്ന ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മഴമറയിൽ കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് കൂടുതലും പച്ചക്കറിക്ക് പലപ്പോഴും ദോഷമായിട്ടാണ് സംഭവിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം അല്ലെങ്കിൽ അതിൽ നിന്നൊരു കുറച്ചുകൂടി വിളകളെ
സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ ഉൽപ്പാദനം കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം തന്നെ ഈ മഴ ഉള്ള സമയത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത പച്ചക്കറികൾ ഈ മഴമറയ്ക്കുള്ളിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ നൂതന കാർഷിക രീതിക്ക് ആവശ്യമായ സാങ്കേതികവും സാമ്പത്തികവുമായ സഹായങ്ങൾ ഇതിനകം കൃഷിഭവൻ സുമയ്ക്ക് നൽകി കഴിഞ്ഞു. വീടിന് ചുറ്റുമുള്ള സ്ഥലപരിമിതി ഉൾക്കൊണ്ട് തന്നെ എല്ലാവിധ പച്ചക്കറികളും സുമ നട്ടുവളർത്തുന്നു. മട്ടുപ്പാവിലെ കൃഷിക്കൊപ്പവും തൊടിയിലെ കൃഷിക്കൊപ്പവും അമ്മയെ സഹായിക്കാൻ മക്കളും ഇടവേളകളിൽ കൂട്ടിനെത്തുന്നു. ഏറെ രുചിയും പോഷക ഗുണവുമുള്ള വാഴരിപ്പയർ, വെണ്ട, പടവലം, കോവൽ, നിത്യവഴുതന തുടങ്ങിയവ സുമയുടെ അടുക്കളത്തോട്ടത്തെ സമൃദ്ധമാക്കുന്നു. ഇതിപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഉൾപ്പെടെ തന്നെ നമ്മുടെ കൂട്ടുകാരികൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ, ബന്ധുക്കൾ, അവരെയൊക്കെ ഇതുപോലെ ബോധവൽക്കരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ടോ? ഉണ്ട്. ഇവിടെ വെച്ച് ക്ലാസ് നടത്തിയപ്പോൾ തന്നെ നമ്മുടെ അടുത്തുള്ളവരെയും പിന്നെ അതുപോലെ എൻ്റെ ബന്ധുക്കൾ, ഹസ്ബൻഡിൻ്റെ പെങ്ങന്മാർ, അവരെല്ലാം പിന്നെ വിളിച്ച് ഇതിൻ്റെ ക്ലാസ്സിന് ഇപ്പോൾ അവരും ഇതുപോലെ ഗ്രോ ബാഗ് മേടിച്ചിട്ട് ഇപ്പോൾ അവരും തുടങ്ങി. അവരിപ്പം അതിന് വേണ്ടിയിട്ട് പശുവിനെയൊക്കെ മേടിച്ചിട്ട് ഇപ്പം ഗ്രോ ബാഗ് എല്ലായിടത്തും ഇതിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തു. അങ്ങനെ ഇവിടെ കൃഷിഭവനിൽ നിന്ന് കടക്കാട് അവിടെ കാർഷിക വിജ്ഞാനകേന്ദ്രം അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവരും തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പച്ചക്കറിയും തീർച്ചയായിട്ടും വെളിയിൽ നിന്നൊന്നും ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇല്ല. ഇതിനു പുറമെ ഇഞ്ചി, മഞ്ഞൾ, ബീൻസ്, പാവൽ, ഇടവളയായി കുറ്റിവാളരി, പച്ചമുളക്, പിരിയൻ മുളക്, ഉണ്ടമുളക്, 2 അടി ഉയരത്തിൽ വളരുന്ന കുറ്റിക്കുരുമുളക് എന്നിവയും ഈ കൊച്ചു കാർഷികത്തോട്ടത്തെ ഹരിതാഭമാക്കുന്നു. പരസ്പരം മത്സരിച്ച് സ്വതന്ത്രമായി ഉയരത്തിലേക്ക് വളരുന്ന വാഴക്കൂട്ടം ഇവിടുത്തെ മറ്റൊരു കൗതുക കാഴ്ചയാണ്. എല്ലാ കാലത്തും ഒരു വാഴക്കുല വീട്ടുമുറ്റത്തുണ്ടാകണമെന്നാണ് സുമയുടെ മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കേറെ പ്രിയപ്പെട്ട വാഴപ്പഴം എന്നും ഇവിടെ സ്റ്റോക്ക് തന്നെ. ചെടികളെപ്പോലെ തന്നെ പക്ഷികളും മത്സ്യങ്ങളും സുമയുടെ ഇഷ്ടഭാജനങ്ങൾ തന്നെ. പറമ്പിന് മറ്റൊരു കോണിൽ പ്രത്യേകം തയ്യാറാക്കിയ ടാങ്കിൽ പക്ഷി മത്സ്യങ്ങളെയും വളർത്തുന്നു. റെഡ് ബില്ലി, സിലോപ്പിയ, കട്ല, മൃഗാൾ, ഗ്രാസ് കാർപ്പ്, രോഹു തുടങ്ങിയ ഇനങ്ങളാണ് ഇവയിലേറെയും. ഇതിനു പുറമെ അലങ്കാര മത്സ്യങ്ങളെയും സുമ പരിപാലിക്കുന്നു. ഗപ്പി, റെഡ് സോദു, സീബ്ര തുടങ്ങിയ ഇനങ്ങൾ ഈ ഗണത്തിലും പെടുന്നു. സംസ്ഥാന സ്കൂൾ, കോളേജ് യുവജനോത്സവങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഈ നർത്തകിയെ മികച്ച യുവകർഷക എന്ന നിലയിൽ സ്വന്തം നാടും ആദരിച്ചു. കൂടുതൽ സ്ഥലമല്ല, കൂടുതൽ കൃഷിയാണ് പ്രധാനം. ചെടികളുടെ വേരുകൾ പലതും മുടിനാരിനൊപ്പമേ വലുപ്പമുള്ളൂ. ചെടിയെ താങ്ങി നിർത്തുന്നത് ഈ ഇത്തിരിപ്പോന്ന വേരുകളാണ്. വേരോടാൻ ഒരു തരി മണ്ണും അതിലേറെ മനസ്സുകൂടി ഉണ്ടെങ്കിൽ നമ്മുടെ കൺമുൻപിൽ ഒരു അടുക്കളത്തോട്ടം പൂത്തുലഞ്ഞു തന്നെ നിൽക്കും.